ഇത് കുറുക്കൻ മാവ്. പാലക്കാട് ജില്ലയിൽ ഇതിനെ നീലമൂവടൻ എന്ന് വിളിക്കും. മലപ്പുറം ജില്ലയിൽ ഇതിനെ കറുത്ത മൂവടൻ എന്ന് വിളിക്കും. കോഴിക്കോട് തൊട്ട് കണ്ണൂർ വരെ ഇത് കുറുക്കൻ മാവാണ്. പിന്നെ ഇവിടെ കാസർഗോഡ് എത്തി കഴിഞ്ഞാൽ ഇത് ഗോമാവാണ്. കോമാങ്ങല്ല കേട്ടോ, ഗോമാവ്. അതേപോലെ ഇത് കർണാടകയിലും ഉണ്ട് ഈ മാവ്. നമ്മുടെ ഗോവ വരെ ഈ മാവ് വ്യാപിച്ച് കിടക്കുന്ന ഒരു മാവാണ്. ഇത് നല്ല മധുരമുള്ള മാമ്പഴങ്ങളാണ്. ഇതിന് കർപ്പൂര ടേസ്റ്റാണ്. ഈ മാവ് സംഘടിപ്പിച്ച് വെക്കാൻ പറ്റുന്നവർ തൈ നട്ടാൽ മതി, ഗ്രാഫ്റ്റോ ഒന്നും വേണ്ട. 3-ാം വർഷം ഇത് കാഴ്ച കിട്ടും. അതുകൊണ്ട് വിത്ത് തൈ കിട്ടിയാൽ മതി. ഇതേ ഇനം തന്നെ മാറിപ്പോകാണ്ട്, ഒരു തരി പോലും മാറിപ്പോകാണ്ട് ഇതേ ഇനം തന്നെ നമുക്ക് വളർത്തിണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറുക്കൻ മാവ് എന്ന് പറയുന്നതും നീലമൂവടൻ എന്ന് പറയുന്നതും കറുത്ത മൂവടൻ എന്ന് പറയുന്നതും ഒരേ ഇനമാണ്. അപ്പോൾ സംഘടിപ്പിച്ച് വെക്കാൻ പറ്റുന്നവർ തീർച്ചയായും സംഘടിപ്പിച്ച് വെക്കുക.